നമസ്കാരം. ഏവർക്കും അർജുൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ വാസ്തുവരം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 2017 പൂർത്തിയാക്കിയ നെടുമങ്ങാട് ചുള്ളിമാൻ്റെ അടുത്ത് പോ- ചെയ്ത ഒരു വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. ഈ വീട് 10 സെന്റിലാണ് പണിതിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ട് ഒരു താഴ്ന്ന സ്ഥലത്ത് ഏതാണ്ട് പഴയ കാലത്തുള്ള നിലം നികത്തിയ ഒരു പുരയിടമാണ്. അതിലാണ് ഈ വീട് ഞാൻ പണിതിരിക്കുന്നത്. ഈ പ്രോഗ്രാമിൽ കൂടി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, കേരളത്തിൽ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് പഴയ കാലത്ത് ധാരാളം നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട്. വളരെയധികം കൊട്ടാരങ്ങളും മനകളും നാലുകെട്ടുകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പലരും അത് പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ തന്നെ അനേകം ഇതിൻ്റെ റിസർച്ച് പോലെ തന്നെ ഈ വീടുകളെ പറ്റി വളരെ കാ ഇതായിട്ട് ആധികാരികമായി പഠിച്ച് അതിൽ നിന്ന് കിട്ടിയ അറിവും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ കേരളത്തിൽ ഇങ്ങനെ ഒരു നിർമ്മാണ ശൈലിക്ക് രൂപം കൊടുക്കുകയും വാസ്തുവിദ്യ അടിസ്ഥാനമാക്കി നല്ല വീടുകൾ പണിത് ആ വീട്ടിൽ ശാസ്ത്രവിധിയും ആ വീടിൻ്റെ നിർമ്മാണവും ഇത് രണ്ടും ഞാൻ ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ വെറുതെ വാസ്തു പറയുക മാത്രമല്ല, ആ വാസ്തു അനുസരിച്ച് ഒരു പ്ലാൻ വരയ്ക്കുക മാത്രമല്ല, അതിൻ്റെ നിർമ്മാണത്തിൽ കൂടി ചുമതല ഏറ്റെടുത്തുകൊണ്ട് അതിലേറ്റവും നല്ല രീതിയിൽ ഉത്തരവാദിത്വത്തോടു കൂടി നിർമ്മാണ മെറ്റീരിയൽ, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ, എക്സ്റ്റീരിയർ ലാൻഡ്സ്കേപ്പിംഗ്, ഇതെല്ലാം ഞാൻ എൻ്റെ ഓരോ വർക്കിലും ഓരോ വീടിലും ഞാനത് പുലർത്തി. അതിൻ്റെ ഉദാഹരണമായിട്ട് കൂടി ഈ വീടിനെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് അതിൻ്റെ വാസ്തുവിലേക്ക് കടക്കാം. ഈ വീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 സെന്റിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫ്ലോർ അല്ലെങ്കിൽ അതിൻ്റെ ആ വീടിരിക്കുന്ന സ്ഥലം ഞാൻ നിലം നികത്തിയ അല്ലെങ്കിൽ നികത്തപ്പെട്ട ഒരു അടിസ്ഥാനം ഇട്ടാണ് ആ വീട് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇത്തരം വീടുകൾ പണിയുമ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞ 10 സെന്റ് എന്ന് പറഞ്ഞാൽ കൂടുതലല്ല. ഈ നാലുകെട്ടിനെ സംബന്ധിച്ച് പരിമിതമായ സ്ഥല സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാക്സിമം അതിനകത്ത് ഭംഗി വരത്തക്ക രീതിയിൽ അതിലെ ഇതിനകത്ത് പൈൽ ഫൗണ്ടേഷൻ കൊടുത്താണ് ആ വീട് പണിതിരിക്കുന്നത്. പൈലിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്, വെറും ഒരു കരിങ്കല്ല് കെട്ടല്ല. പൈൽ ഫൗണ്ടേഷനോട് കൂടി അതിൻ്റെ ബേസ്മെന്റ് എടുത്ത് അതിനാവശ്യമുള്ള ഹൈറ്റ് റോഡിലേക്ക് കൊടുത്ത് അത് ഫില്ല് ചെയ്ത് അങ്ങനെയുള്ള ഒരു നിർമ്മാണ ശൈലിയും കൂടെ ഈ വീട്ടിനെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വാസ്തുപരമായ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇതിൻ്റെ മൊത്തം ഏരിയ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ 2379 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ 1830 സ്ക്വയർ ഫീറ്റും, അങ്ങനെ ടോട്ടൽ 4209 സ്ക്വയർ ഫീറ്റുള്ള ഒരു പ്ലാനാണ് ഇതിനകത്ത് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് വാസ്തുവിദ്യ അനുസരിച്ചിട്ട് നടുമുറ്റത്തോടു കൂടി ഉള്ള ഒരു പ്ലാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 80 കോൽ 8 അങ്കുലം എന്നുള്ള ഒരു കണക്കിലാണ് ഈ പ്ലാന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ദീർഘം എന്ന് 29 കോൽ 14 അങ്കുലവും വിസ്താരം എന്ന് പറഞ്ഞത് 20 കോൽ 14 അങ്കുലവും, അല്ലെങ്കിൽ സെന്റിമീറ്ററിലാണെങ്കിൽ 16.98 മീറ്ററും വിസ്താരം 14.82 മീറ്ററും ഉള്ള കണക്ക് വരുമ്പോൾ അത് 80 കോൽ 8 അങ്കുലം എന്നുള്ള മെയിൻ ബിൽഡിങ്ങിന്റെ ചുറ്റളവും, പൂമുഖത്തോട് ചേർത്ത് വരുമ്പോൾ അത് 88 കോൽ 8 അങ്കുലം എന്നുള്ള കണക്കിലുമാണ് ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ അതിൻ്റെ പ്ലാൻ ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ഷനിലേക്ക് പോയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വാസ്തുപരമായ കാര്യങ്ങൾ ആദ്യം നമുക്ക് പരിശോധിക്കാം. ആദ്യം പൂമുഖം കഴിഞ്ഞ് വരാന്ത കഴിഞ്ഞിട്ട് വരുന്നതാണ് ഡ്രോയിങ് ഹാള്. അത് 522x330 എന്നുള്ള ഒരു കണക്ക്. അപ്പോൾ അത് 7 കോൽ 6 അങ്കുലവും 4 കോൽ 14 അങ്കുലമാണ് അതിൻ്റെ സ്വീകരണ മുറിയിലെ വാസ്തുപരമായ അളവ്. അപ്പോൾ സ്വീകരണ മുറി കഴിഞ്ഞാൽ പിന്നെ നേരെ കാണുന്നത് ഒരു കോർട്ട്യാർഡാണ്. ആ കോർട്ട്യാർഡും സ്വീകരണ മുറിയും തമ്മിൽ ഒരു പാർട്ടീഷനായിട്ട് ഒരു ഓപ്പണിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വലതുവശത്ത് മധ്യസൂത്രത്തോട് ചേർന്ന് കടന്നു പോകുന്ന സ്ഥലത്ത് ഒരു പൂജാമുറിയുണ്ട്. ആ പൂജാമുറി ശരിക്കും 1 കോല് 22 അങ്കുലവും എന്നുവെച്ചാൽ 138x186 സെന്റിമീറ്റർ എന്നുള്ള ഒരളവിലാണ് പൂജാമുറിയുടെ കണക്ക് കൊടുത്തിരിക്കുന്നത്. നടുമുറ്റം 3 കോൽ 18 അങ്കുലവും 2 കോൽ 18 അങ്കുലവും എന്നുള്ള 270x198 എന്നുള്ള ഒരു കണക്കിലാണ് അതിൻ്റെ കോർട്ട്യാർഡ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇടതുവശത്ത് കാണുന്നത് കിച്ചണാണ്, വർക്ക് ഏരിയ. അപ്പോൾ കിച്ചൺ 5 കോൽ 14 അങ്കുലവും 4 കോൽ 14 അങ്കുലം എന്ന് വെച്ചാൽ 402x330 എന്ന ഒരു സെന്റിമീറ്റർ അളവാണ് അതിനകത്ത് പോയിരിക്കുന്നത്. അതിൻ്റെ കൂടെ വർക്ക് ഏരിയ ഉണ്ട്, 402x180 എന്നുള്ള ഒരു കണക്ക്. പിന്നെ നേരെ കാണുന്നതാണ് നടുമുറ്റത്തിൻ്റെ
അല്ലെങ്കിൽ കോർട്ട്യാർഡിൻ്റെ ബാക്കിലായിട്ട് ഡൈനിങ് ഹാള്, അത് 426 × 330 എന്നുള്ള ഒരു അളവ്, വാസ്തുപരമായ അളവ് അത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വലതുവശത്തായിട്ട് 2 ബെഡ്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂം അല്ലാതെ ഒരു ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കണക്കെന്ന് പറയുമ്പോൾ 4 × 14 അങ്കുലം 5 × 22 എന്നുള്ള ഒരു കണക്കാണ് അത് വന്നിട്ടുള്ളത്. 426 × 330 എന്നുള്ള കണക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ 514 × 414 അല്ലെങ്കിൽ 402 × 330 എന്നുള്ള വാസ്തുപരമായ അളവിലാണ് ഈ മുറികൾ കണക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ ഓരോന്നിലും ഡ്രസ് ഏരിയ ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്. അതോ കൂടാതെ ഇതിന് മുകളിലോട്ട് കയറാനുള്ള ഒരു സ്റ്റെയർ ഉണ്ട്. ആ സ്റ്റെയർ കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് കടക്കാം. സ്റ്റെയർ കയറി നമുക്ക് മുകളിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ 4 ബെഡ്റൂമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 4 ബെഡ്റൂമുണ്ട്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് 426 × 330 എന്നുള്ള 5 × 22 അങ്കുലവും 4 × 14 അങ്കുലവും എന്നുള്ള കണക്കാണ്. അതിനും ഡ്രസ്സും ടോയ്ലറ്റും ഉണ്ട്. അടുത്ത ബെഡ്റൂം എന്ന് പറയുന്നത് 402 × 330 എന്നുള്ള 4 × 14 അങ്കുലവും 5 × 14 അങ്കുലം ഒരു ചുറ്റളവിലാണ് ആ ബെഡ്റൂമിൻ്റെ കണക്ക്. അതിലും ഒരു ഡ്രസ്സ് ആൻഡ് ടോയ്ലറ്റിൻ്റെ ഏരിയ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. മൂന്നാമത് വരുന്ന ബെഡ്റൂം എന്ന് പറഞ്ഞാൽ 402 × 330, അതും സെയിം 514 5 × 14 അങ്കുലം 4 × 14 അങ്കുലം എന്നുള്ള ഒരു ചുറ്റളവ്, എന്ന് വെച്ചാൽ 20 × 8 അങ്കുലം എന്നുള്ള ചുറ്റളവിലാണ് ആ ബെഡ്റൂം പോയിട്ടുള്ളത്. അതിനും ഡ്രസ്സും ടോയ്ലറ്റും ഉണ്ട്. പിന്നെ വരുന്ന ബെഡ്റൂം എന്ന് പറയുന്നത് ഇതേ അളവ് തന്നെയാണ്, 402 × 330, 414 × 5 × 14 അങ്കുലം, 4 × 14 അങ്കുലം 5 × 14, അങ്ങനെ 4 ബെഡ്റൂമാണ് ടോട്ടലി ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ടുള്ളത്. അതിനോട് ഒരു കോർട്ട്യാർഡ്, താഴെ വന്ന കോർട്ട്യാർഡിൻ്റെ നേരെ മുകളിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ കോർട്ട്യാർഡിന് ചുറ്റും ഒരു ചാരു ബെഞ്ചും ബാക്കിൽ ഒരു ടെറസും ഫ്രണ്ടിൽ ഒരു ബാൽക്കണി, ഈ പൂമുഖത്തിൻ്റെ നേരെ മുകളിലായിട്ട് ഒരു ബാൽക്കണി, വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയും കൂടെ ചേർന്നതാണ് ഇതിൻ്റെ പ്ലാനും വാസ്തുപരമായ കണക്കുകളും. ഇതുവരെ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ വാസ്തുപരമായിട്ട് അളവുകളും അതിൻ്റെ കണക്കും മുറികളുടെ സ്ഥാനങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ വീടിൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറാണ്. അത് വീടിൽ നമ്മൾ കയറുന്നത് കിഴക്കോട്ടാണ് കയറുന്നത്. അതിൻ്റെ കിച്ചൺ കൊടുത്തിരിക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ്. അപ്പോൾ വീടിൻ്റെ മധ്യസൂത്രം നമുക്ക് 4 കെട്ടായതുകൊണ്ട് 2 മധ്യസൂത്രവും ബ്ലോക്ക് വരാത്ത രീതിയിൽ, തടസ്സം വരാത്ത രീതിയിലുള്ള ഓപ്പണിങ്സ് നമ്മൾ ആ പ്ലാനിൽ നോക്കപ്പോൾ തന്നെ കാണാൻ പറ്റും. അതിൻ്റെ പൂർത്തീകരിച്ച ഒരു രീതി, അതിൻ്റെ ഫോട്ടോയും വീഡിയോയും കൂടി ഞാൻ ഇതിനോട് കൂടി നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ഇത് വേറൊന്നുമല്ല, വാസ്തുവിദ്യ അനുസരിച്ചിട്ട് നമ്മളൊരു വീട് പണിയുമ്പോൾ ആ കണക്കുകൾ പാലിച്ചുകൊണ്ട് അതിൻ്റെ എ ടു ഇസഡ് എന്ന് പറഞ്ഞാൽ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് മുതൽ അതിൻ്റെ നിർമ്മാണം, നമ്മൾ പ്ലാൻ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ 3D ആക്കി അതിൻ്റെ എലിവേഷൻ പാർട്ടിക്ക് കൊടുത്ത് അവരുടെ ഒരു തൃപ്തി 3, 4, 5 പ്രാവശ്യം ഞാൻ ഡിസ്കസ് ചെയ്ത് അവരുടെ പൂർണ്ണമായ അവരുടെ മാനസികമായിട്ട് അവർക്ക് തൃപ്തി വരുന്ന രീതിയിൽ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ നിർമ്മാണത്തിലേക്ക് പോകുന്നത്. ആ നിർമ്മാണം പോകുമ്പോൾ അതും നമ്മൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി അത് ഏറ്റെടുത്ത് പൂർത്തിയാക്കി കൊടുത്ത ഒരു വീടാണ്. ഈ ഞാൻ കാണിച്ചിരിക്കുന്ന വീടുകളെല്ലാം ഇത്തരത്തിൽ ചെയ്തതുമാണ്. അത് ഒന്നുകൂടി ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു വാസ്തുവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഇന്ന് കാണുന്നത് പോലെ ഞാൻ ആരെയും വേറെ തരത്തിൽ പറയുന്നില്ല. നിങ്ങൾ ചാനലുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും, വാസ്തുവിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് പകരം വെറുതെ ആവശ്യമുള്ളതും ഇല്ലാത്തതായ കാര്യങ്ങൾ ആളുകളുടെ ഇടയിൽ കൊണ്ടുവന്ന് സംശയങ്ങൾ ഉണ്ടാക്കി അതിന് ഇല്ലാത്ത ഒരു ആംഗിളിൽ അതിനെ പ്രതിഷ്ഠിച്ച് നമുക്ക് നിങ്ങൾ ഈ ഞാൻ കാണുന്ന ചാനലിൽ തന്നെ വാസ്തു മലയാളം എന്നുള്ള ഒരു വാസ്തു ചാനൽ പരിശോധിച്ചാൽ എന്തുമാത്രം ആൾക്കാർ ഇതിനെ ദുരുപയോഗം ചെയ്ത് ആൾക്കാരെ ഭയപ്പെടുത്തി ഇതിനെ കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാറ്റടിക്കുന്നതെല്ലാം വേലി കെട്ടാൻ പറ്റില്ല. എങ്കിലും എൻ്റെ ഈ ഒരു ഉദ്യമത്തോടുകൂടി ഒരു പരിധി വരെയെങ്കിലും എന്താണ് വാസ്തുവിദ്യ എന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പണ്ട് കാലത്ത് ആൾക്കാർ ഈ വാസ്തുവിദ്യ അനുസരിച്ച് ചെയ്ത വീടുകളും മനകളും ഒക്കെ അത് പരിശോധിക്കുകയും ഞാൻ ചെയ്യുന്ന വീടുകൾ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ ഒരു ഏറെക്കുറെ നിങ്ങൾക്ക് തന്നെ ഇതിനൊരു മറുപടി കിട്ടും. കാരണം പലപ്പോഴും എനിക്ക് തന്നെ വളരെയധികം തോന്നിയിട്ടുള്ളതാണ്. അത് ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി. ഒരു വീട് നമ്മൾ പണിയുമ്പോൾ കൃത്യമായി വാസ്തുവിദ്യയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും അതിൻ്റെ സ്ഥാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതിൻ്റെ നിർമ്മാണത്തിന് അത് പാലിച്ച് ചെയ്യുമ്പോൾ ആ വീട്ടിനുണ്ടാകുന്ന ഐശ്വര്യവും സംതൃപ്തിയും ഈ വീടിനെ സംബന്ധിച്ചും ഞാനത് ഉറപ്പാക്കുന്ന ഇതിൻ്റെ
ഓരോ അനുഭവം ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ വീടുകൾ കാണിച്ച വീടുകളുടെ തന്നെ ആ വീട്ടുടമസ്ഥരുടെ അഭിപ്രായം കൂടെ ഉൾപ്പെടുത്തി ഞാൻ രണ്ടാമത് ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ട്. കാരണം എല്ലാം കൂടെ സമയപരിധിയാണ് ഇതിൻ്റെ പ്രശ്നമായിട്ട് വരുന്നത്. അതിൻ്റെ ഇൻ്റർവ്യൂ മറ്റു കാര്യങ്ങളും ഓരോ വീട് എപ്പിസോഡ് ഇന്ന എപ്പിസോഡിൽ ഞാൻ ചെയ്ത വീടിൻ്റെ അനുഭവസ്ഥരും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം ഞാൻ വീണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇനി ആ വീട്ടിൻ്റെ വാസ്തുപരമായിട്ട് കണക്കുകൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഇൻറ്റീരിയർ വർക്കും ഇതെല്ലാം ഞാൻ ചെയ്തതാണ്. കാരണം ഇത് വേറെ അതിനകത്ത് ഒരു ടീമൊന്നുമില്ല. ആ പ്ലാൻ വരയ്ക്കുന്നു, അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നു, അതോടൊപ്പം വാസ്തുപരമായ അതിൻ്റെ കണക്കുകളോടൊപ്പം തന്നെ അതിൽ ഓരോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി സൂക്ഷിച്ച് നമ്മൾ അതിൻ്റെ ഫ്ലോറിംഗ് ആയാലും ബാത്റൂമിൻ്റെ ആയാലും ടൈൽസ് ആയാലും അതിൻ്റെ റൂഫിൻ്റെ ആയാലും എല്ലാം ഞാൻ ഈ വീടിനോട് ഒരു ചെറിയ സമയം കൊണ്ട് പരിചയപ്പെടുത്തുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ റോഡിലേക്ക് ഞാൻ പറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്താണ് ഇത്. എങ്ങനെ ഒരു സിറ്റിക്കകത്തൊന്നുമല്ല, നെടുമങ്ങാടിനടുത്ത് ചുള്ളിമാനുള്ള ഒരു പൂർണ്ണമായിട്ട് അതിൻ്റെ എലിവേഷനും അതിൻ്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ഗ്രാമത്തിൽ വളരെ മനോഹരമായിട്ട് 10 സെൻറ്റിൽ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഒരു കേരളീയ തനിമയോടുകൂടി എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ല വീടിൻ്റെ വിശേഷങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകളിലേക്ക് നോക്കിപ്പോകാം. ആദ്യം നമ്മൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ 2 ഗേറ്റ് അതിനകത്തുണ്ട്. ഒന്ന് കാറ് കയറുന്ന ഒരു ഓപ്പണിംഗ്, അത് കഴിഞ്ഞ് ഒരു സിംഗിൾ ഗേറ്റ് മധ്യസൂത്രത്തിനോട് ചേർന്ന് ഒരു ഗമനം വെച്ചിട്ട് ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് തുറന്ന് ആദ്യമായിട്ട് കാണുമ്പോൾ വലതുവശത്തായിട്ട് ഒരു തുളസിത്തറ നമുക്ക് കാണാം. അത് ഒറ്റ കരിങ്കല്ലിൽ തീർത്ത ഒരു തുളസിത്തറയാണ്. ആ അതും മയിലാടിയിൽ നിന്ന് ഞാൻ കൊത്തുപണി ചെയ്ത് കൊണ്ടുവന്നതാണ്. സാധാരണ തുളസിത്തറയൊക്കെ ഒറ്റക്കല്ലിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്ന അപൂർവമാണ്. എൻ്റെ ഓരോ വർക്കിലും ഞാൻ എന്തെങ്കിലും ഓരോ പ്രത്യേകതകൾ അതിനകത്ത് ഉൾപ്പെടുത്താറുണ്ട്. അതിലും ഈ ഒരു തുളസിത്തറ ഒരു കരിങ്കല്ല് തീർത്ത ഒരു തുളസിത്തറയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് അതിൻ്റെ ഫ്രണ്ട് പടിയാണ്. ആ പടിയുടെ ഇരുവശത്തും കരിങ്കല്ലിൽ തന്നെ സോപാനം എന്ന് പറയും. അത് ഒരു ആനയുടെ അല്ല ഗജത്തിൻ്റെ ഒരു തലയോട് കൂടിയ ഒരു സാമ്പിളിൽ കൊത്തുപണി ചെയ്ത ഒരു കരിങ്കൽ സോപാനമാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നതാണ് പൂമുഖം. ആ പൂമുഖം നമുക്ക് വിശാലമായിട്ടുള്ള ഒരു പൂമുഖം. അതിൽ 2 സൈഡിലും നമുക്ക് ഇരിക്കാനുള്ള ചാരു ബെഞ്ച്, മരത്തിൽ ചെയ്തിട്ടുള്ള ചാരു ബെഞ്ച്. ഇത്രയും കഴിഞ്ഞ് നമ്മൾ കാണുന്നത് നീളത്തിൽ യു ഷേപ്പിലുള്ള ഒരു വരാന്തയാണ്. ഈ വരാന്തയിൽ 10 കരിങ്കൽ തൂണുകൾ നമുക്ക് കാണാം. ആ കരിങ്കൽ തൂണുകൾ എല്ലാം തന്നെ നമുക്ക് മനോഹരമായിട്ട് കരിങ്കല്ലിൽ കൊത്തുപണി ചെയ്ത മയിലാടിയിൽ നിന്ന് അളവ് കൊടുത്ത് ഡിസൈൻ തീരുമാനിച്ച് അത് ആ വീട്ടിന് ഒരു ഏറ്റവും ഒരു അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഭംഗിയുള്ള കരിങ്കൽ തൂണുകൾ. ഇപ്പോൾ പഴയ കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള വീടുകളിലൊക്കെ തന്നെ ഇതുപോലുള്ള കരിങ്കൽ തൂണും കൊത്തുപണിയുള്ള മരം കൊണ്ടുള്ള തൂണുണ്ട്, സിമെൻറ്റിൽ ചെയ്തതുണ്ട്. ഇതെല്ലാം ഞാൻ ഒരേപോലെ ചെയ്ത് പൂർത്തിയാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ കരിങ്കൽ തൂണും അതിന് ഈ വീടിനോട് അത്രയും വന്നപ്പോൾ തന്നെ ഒരു 10 തൂണ് അതിനകത്ത് 4 ചുറ്റും 3 സൈഡിലും അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് ഒരു മെയിൻ ഡോറാണ്. ആ മെയിൻ ഡോർ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു കൊത്തുപണി കേരള തനിമയോടുകൂടി പഴയ കാലത്തുള്ള വീടുകളിൽ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൊത്തുപണിയുടെ ഒരു മെയിൻ ഡോറാണ്. ആ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തോട്ട് കാണുമ്പോൾ ആദ്യം കാണുന്ന ഒരു സ്വീകരണ മുറി. ആ സ്വീകരണ മുറിയും ഈ വീടിനോട് യോജിച്ച രീതിയിൽ കേരളീയ ആ ശൈലിയോട് യോജിക്കുന്ന തരത്തിൽ ഒരു ഈട്ടിത്തടിയിലുള്ള സോഫ സെറ്റും അതിൽ റൗണ്ട് ടീപ്പോയും നമുക്കതിനകത്ത് കാണാൻ പറ്റും. ഒരു നല്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരു പിന്നെ കൃഷ്ണ വിഗ്രഹവും അതോടൊപ്പം തന്നെ ശ്രീ പത്മനാഭ സ്വാമിയുടെ അനന്തശയനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പെയിൻറ്റിങ്ങും ആ ഹാളിൽ നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഡ്രോയിങ് ഹാളിൻ്റെ ഒരു വശത്തായിട്ട് മധ്യസൂത്രനോട് ചേർന്ന് നമുക്കൊരു ചെറിയ പൂജാമുറി കാണാം. ആ പൂജാമുറിയുടെ ഇരുവശത്തും ഇതുപോലെ ചെറിയ കരിങ്കല്ലിലുള്ള ഒരു സോപാനമുണ്ട്, സ്റ്റെപ്പുണ്ട്. അതിനകത്ത് പടം വയ്ക്കുന്നതിനുള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ട്. പൂജാമുറിയിലെ 2 സൈഡിലും നമുക്ക് ഇതുപോലെ തൂക്കുവിളക്കും മണികളോടുകൂടിയ ഡോറും അതിനകത്ത് നമുക്ക് ദർശിക്കാൻ പറ്റും. ഇനി ഡ്രോയിങ് ഹാളിൽ നിന്നും നേരെ നോക്കുമ്പോൾ കാണുന്നതാണ് അതിൻ്റെ കോർട്ട്യാർഡ് അല്ലെങ്കിൽ നടുമുറ്റം. ഞാൻ ചെയ്ത എല്ലാ വീടുകൾക്കും ഇതിനൊരു പ്രത്യേകത ഉള്ളത്, ഈ വെറുതെ ഒരു ഫാഷന് വേണ്ടി എവിടെയെങ്കിലും കൊണ്ടൊരു കോർട്ട്യാർഡ് ഇടുക, അതിന് കുറച്ച് അലങ്കാരങ്ങൾ കാണിക്കുക, അതല്ല. ഒരു നാലുകെട്ടും തച്ചുശാസ്ത്ര പ്രകാരം ഒരു നാലുകെട്ട് പണിയുമ്പോൾ ശാസ്ത്രവിധികൾ കഴിഞ്ഞ വീട് നിങ്ങൾ പരിശോധിച്ചാൽ ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ വീടും നടുമുറ്റത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത് ഗൃഹമധ്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ബ്രഹ്മപഥത്തിലാണ് ഞാൻ നടുമുറ്റം കൊടുത്തിരിക്കുന്നത്. അതിന് കൃത്യമായ ധ്വജന്റെ കണക്കും കൊടുത്ത് അതിന് ചുറ്റും നമുക്ക് ചെയ്യുമ്പോൾ ഒരു ഭംഗിയും കൂടെ വരുന്ന രീതിയിൽ
വളരെ തറയും അതിൻ്റെ തറയിലും ഞാൻ ഗ്രാനൈറ്റ് പാളികളാണ്, അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ആണ് അതിനകത്ത് പാകിയിരിക്കുന്നത്. അതിന് ലൈറ്റൊക്കെ കൊടുത്ത് ഒരു നിലവിളക്ക് അത് ഡെക്കറേറ്റ് ചെയ്ത് സൂക്ഷിക്കത്തക്ക രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡിൽ കിഴക്ക് വശത്തായിട്ട് ഡൈനിങ് ഹാള്, കിഴക്ക് വടക്ക് കിഴക്കായിട്ട് കിച്ചൺ. നമുക്ക് ഏറ്റവും കൂടുതൽ വാസ്തുപരമായിട്ട് കിച്ചൻ്റെ സ്ഥാനം വടക്ക് കിഴക്കാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഒരു കിച്ചണും അതോടൊപ്പം ഒരു വർക്ക് ഏരിയ ഉണ്ട്. പിന്നെ 2 ബെഡ്റൂമാണ് ഇതിൻ്റെ താഴെ നമ്മൾ കാര്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂം. പിന്നെ മുകളിലോട്ട് കയറാനുള്ള ഒരു സ്റ്റെയർ. ഇത്രയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ പിന്നെ ഇന്റീരിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ നടുമുറ്റത്തിന് ചുറ്റും 4 തൂണുണ്ട്. ആ 4 തൂണിലും നമുക്ക് ഒരു ഫ്രെയിം ചെയ്ത് ഗ്ലാസിൻ്റെ ഒരു വർക്കും കൂടെ ആയപ്പോൾ ആ വീടിൻ്റെ ഭംഗി ഒന്നുകൂടി വർദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റെയറിലേക്ക് നമുക്ക് പോകുമ്പോൾ നടുമുറ്റത്ത് നിന്ന് നേരെ നമുക്കൊരു ഒരല്പം ഒരു കർവ് കൊടുത്തിട്ടുള്ള സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റെപ്പ് ചെയ്തതിലും ഒരു പ്രത്യേകതയുണ്ട്. കൃത്യമായി നമുക്ക് പടികളുടെ എണ്ണം അത് പ്രദക്ഷിണക്രമമായിട്ട് മുകളിൽ കയറത്തക്ക രീതിയിൽ നാനോ വൈറ്റും ഗ്രാനൈറ്റും കൂടെ ചേർത്ത് ഒരു സൈഡിൽ അതിൻ്റെ സ്റ്റെയർ ഗ്രില്ലും കൂടെ കൊടുത്ത് ഗ്ലാസിൻ്റെ ഒരു പോക്കറ്റും കൂടെ കൊടുത്താണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. നേരെ മുകളിൽ സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ വരുന്ന ഒരു സ്പേസ് ഉണ്ട്. അതാണ് നമുക്ക് താഴത്തെ കോർട്ട്യാർഡിൻ്റെ മുകളിലായിട്ട് വരുന്ന ഇരിക്കാനുള്ള ഒരു പ്രൊവിഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 4 ചുറ്റും ഇരിക്കാനായിട്ട് ഒരു സോപാനം ചാരു ബെഞ്ചോടുകൂടിയ ഒരു അളവും അതിനകത്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ 4 ബെഡ്റൂമാണ് ഈ മുകളിലത്തെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോന്നിനും കൃത്യമായ വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള അളവ് അതിനകത്ത് കൊടുത്തു. ഈ ബെഡ്റൂം ഈട്ടിത്തടിയിൽ പരമ്പരാഗത രീതിയിൽ ഉള്ള ഒരു കട്ടിൽ, അതിന് ചുറ്റും കർട്ടൻ ഇടാനായിട്ടുള്ള ഒരു നെറ്റ്, ഫ്രെയിം വർക്ക് എല്ലാം ഉണ്ട്. ബാക്കി 4 ബെഡ്റൂമും ഈ പറഞ്ഞതുപോലെ വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള കണക്കുകൾ പാലിക്കുകയും അതിൽ ആധുനിക രീതിയിലുള്ള ബാത്റൂം, ഷവർ പാനൽ അടക്കം ഇന്നത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു രീതിയാണ് എല്ലാ ബെഡ്റൂമിലും ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് നമുക്ക് പുറത്തേക്ക് എൻ്റെ കാഴ്ച കാണുമ്പോൾ മുറ്റം മുഴുവൻ 2 2 അടിയിലുള്ള തിക്നെസ്സുള്ള കരിങ്കൽ കൊത്തുപണി എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് കൊത്തുന്ന, വെറുതെ മെഷീനിലല്ല ചെയ്തിരിക്കുന്നത്, കൈ കൊണ്ട് കൊത്തുപണി ചെയ്ത ഫ്ലോറാണ് അതിൻ്റെ തറയിലിട്ടിരിക്കുന്നത്. പിന്നെ തുളസിത്തറ, ഒറ്റ കല്ലിൽ തീർത്ത തുളസിത്തറ. ഇത്രയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഈ വീടിൻ്റെ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ റൂഫ് പരിശോധിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ വാസ്തു അളവനുസരിച്ചിട്ട് സിറാമിക് ഓടാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതും നല്ല അതിനകത്ത് മുഖപ്പോട് കൂടി സിറാമിക് ടൈൽസ് ആണ് ഉപയോഗിച്ചത്. അത് പൂർത്തിയാക്കി അതിന് പുറമേയുള്ള കാഴ്ചകൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഉൾഗ്രാമത്തിൽ ഒരു കേരളീയ തനിമയുള്ള ഒരു പൂർണ്ണമായും കേരള വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഞാൻ ചെയ്ത ഒരു കലാസൃഷ്ടി എന്ന് വേണം ഞാൻ പറയുന്നത്. നിങ്ങളും ആ വിലയിരുത്തുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള അനേകം വീടുകൾ ഞാൻ ചെയ്തതിൽ ഒരെണ്ണം മാത്രമാണ്. ഇനിയും ഇതുപോലുള്ള അനേകം വീടുകൾ നിങ്ങളോട് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. നന്ദി, നമസ്കാരം.